ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പീസ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. രണ്ടറ്റം കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഈ സ്റ്റിക്കിലോട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഫുള്ളായിട്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കണം. കണ്ടോ, ഞാനിപ്പം കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് 2 സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു സ്റ്റിക്ക് എടുത്ത് അവിടെ ഒട്ടിക്കാം. ഇനി നമുക്ക് അതിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ രണ്ടെണ്ണം വീതം 4 സൈഡിലും ഒട്ടിക്കണം. നമുക്കിനി ഇത് 4 സൈഡും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ഓറഞ്ച് കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. നമ്മൾ ഇതിന് സ്ക്വയർ പേപ്പറാണ് എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഒരു പെറ്റൻ്റെ രൂപത്തിലാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ട, നല്ല ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മെറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മറ്റേ നേരെ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ച ഫ്ലവർ ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്ലാക്ക് സർക്കിൾ നമുക്കിതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ടോട്ടൽ ഒരു 3 ഫ്ലവേഴ്സാണ് വേണ്ടത്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഇതെടുക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കും കൂടെ എടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ താഴെയും മേളിലും കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് സ്റ്റിക്കും കൂടി എടുക്കണം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് വളച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അപ്പുറത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മേളിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമ്മുടെ ഫ്ലവർ ഒട്ടിക്കാം. പിന്നെ നമ്മുടെ ആ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ആ 2 അറ്റത്തും അടുത്ത 2 ഫ്ലവേഴ്സും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം എല്ലാം ചെയ്യാനായിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലീഫ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നടുക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ മേളിലും എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ മേളിൽ 2 ഒട്ടിച്ചു കൊടുക്കുവാണ്. ഞാനിപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സിസേഴ്സ് കൊണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടിഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഗ്രാസിൻ്റെ രീതിയിലാണ് ഞാനിത് ഒട്ടിക്കുന്നത്. കണ്ടോ, ഞാൻ കുറച്ചും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഇമേജൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തരിക. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവർ. ബൈ, താങ്ക് യു.